Okay. So welcome back guys, welcome back to Malu Discovery TV and it's me Farhan bin Fazil here. അപ്പോൾ ഇന്നൊരു വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എങ്ങനെ നമുക്ക് Adobe Premiere Pro ഒരു പ്രൊഫഷണലെ പോലെ യൂസ് ചെയ്യാം. അതായത് ഇവിടെ ഞാൻ മറ്റ് വീഡിയോസ് റെഫർ ചെയ്തോ അല്ലെങ്കിൽ യൂഷ്വലി ഒരു ട്യൂട്ടോറിയൽ തരുന്നത് പോലെ ഒന്നല്ല തരാൻ പോകുന്നത്. ഇവിടെ ഞാൻ എങ്ങനെ പഠിച്ചു, അതായത് ജസ്റ്റ് 2 to 3 months ബാക്കാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഞാൻ ബിൽഡ് ചെയ്യുന്നത്. അതുവരെ ഒരു വർഷത്തിൻ്റെ മുകളിൽ യൂട്യൂബിൻ്റെ തുടക്കം മുതൽ ഒരു വർഷം വരെ ഞാൻ വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും കൈൻമാസ്റ്ററിലാണ്, ഫോണിൽ വെച്ചാണ്. പക്ഷേ പെട്ടെന്നാണ് ഞാൻ പ്രീമിയർ പ്രോയിലേക്ക് ചേഞ്ച് ആയത്. അതേപോലെ തന്നെ വീഡിയോയുടെ ക്വാളിറ്റിയിലും എഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാൻ പഠിച്ച സ്റ്റൈൽ നിങ്ങളോട് ഷെയർ ചെയ്തുകൂടാ. അതായത് സിമ്പിൾ, ഈ ഒരൊറ്റ വീഡിയോ കാണുകയാണെങ്കിൽ അതായത് എങ്ങനെ ഒരു വീഡിയോ എടുത്ത് അതൊക്കെ കമ്പൈൻ ചെയ്ത് ഒരു ഫൈനൽ ഒരു ഔട്ട്പുട്ട് വീഡിയോ ആയി എക്സ്പോർട്ട് ചെയ്യുക A to Z നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. മറ്റ് വീഡിയോസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾ പ്രീമിയർ പ്രോ യൂസ് ചെയ്താൽ പഠിച്ചിരിക്കുമെന്ന് 100% ഉറപ്പ് ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രീമിയർ പ്രോ ഹാർഡാണ്, ടഫാണ് എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങളെ മൈൻഡിൽ നിന്ന് കളയുക. കാരണം ഇതേ മൈൻഡ് സെറ്റാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്ത് അതിങ്ങനെ ഡേറ്റ് നീണ്ടു. പക്ഷേ ഒരു ദിവസം ഞാൻ ഇരുന്നു, ഏതോ 2-3 ഇംഗ്ലീഷ് വീഡിയോ ഞാൻ റെഫർ ചെയ്തു, ജസ്റ്റ് അതിൻ്റെ ടൂൾസ് എന്താണെന്ന് അറിയാൻ. പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ 2-3 വീഡിയോ ഇതിൽ തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ തന്നെ പഠിച്ചു. അപ്പോൾ പ്രീമിയർ പ്രോ കംപ്ലീറ്റ് 100% യൂസ് ചെയ്യാനല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഒരു യൂട്യൂബറിനോ അല്ലെങ്കിൽ സിമ്പിൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ട ടൂൾസ്, എങ്ങനെ ഒരു വീഡിയോ കട്ട് ചെയ്യാം, ട്രിം ചെയ്യാം, മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ ഒരു പെർഫെക്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ പോലെ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള എല്ലാ സിമ്പിൾ ട്യൂട്ടോറിയൽ, ഒരു ബേസിക് ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയർ പ്രോ ഒരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണിത്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് വീഡിയോസാണ്. ജസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് വലിയ മീനിങ് ഒന്നും ഉണ്ടാവില്ല. റാൻഡമായിട്ട് എൻ്റെ ഉദ്ദേശം നിങ്ങളെ പ്രീമിയർ പ്രോ പഠിപ്പിക്കണം. അപ്പോൾ കുറച്ച് സാമ്പിൾ വീഡിയോസ് ഇവിടെ എടുക്കുകയാണ്. റാൻഡം വീഡിയോസാണ്. ഞാൻ മണാലി പോയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളെ പ്രീമിയർ പ്രോ പഠിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഓക്കെ, പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കാം. ഇതാണ് പ്രീമിയർ പ്രോ. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി. ഓക്കെ, ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾ പ്രീമിയർ പ്രോ പഠിച്ചിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഓക്കെ, ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ ഞാനിവിടെ പ്രീമിയർ പ്രോ 2020 ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണെങ്കിലും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും വരിക. ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ഞാൻ മണാലി എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു പ്രൊജക്റ്റ് എവിടെ സേവ് ആവണമെന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. ഓക്കെ, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളെ എഡിറ്റിംഗ് ഫയൽ സേവ് ആകാൻ വേണ്ടിയാണ്. എക്സ്പോർട്ട് ചെയ്തല്ല, ഫൈനൽ ഫയലല്ല, നിങ്ങളെ എഡിറ്റിംഗ് ഫയൽ. അതായത് എഡിറ്റ് ചെയ്യുന്ന പകുതിക്ക് വെച്ച് കറണ്ട് പോകുകയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളെ എഡിറ്റ് ചെയ്ത അത്ര ഇവിടെ സേവ് ആകുന്നതായിരിക്കും. അപ്പോൾ ആ ഫോൾഡർ സെലക്ട് ചെയ്തു, ഒരു ടൈറ്റിൽ കൊടുത്തു, ഓക്കെ കൊടുത്തു, കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഇത് ഞാൻ ഫസ്റ്റ് ടൈം പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കുന്നുണ്ടാണ് ഇവിടെ ട്യൂട്ടോറിയൽ വിൻഡോ ഒക്കെ ഓപ്പൺ ആകുന്നത്. അത് നമ്മൾക്ക് ഇവിടെ ലേണിംഗ് വേണ്ട. മുകളിൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ബാർ കാണാം. ഓക്കെ, ഇവിടെ അസംബ്ലി, എഡിറ്റിംഗ്, കളർ, എഫക്ട്സ് അങ്ങനെ ഒരുപാട് ബാർ കാണാം. നമ്മൾക്കിവിടെ എഡിറ്റിംഗ് ഇപ്പോൾ മതി, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഇവിടെ ഒരു വിൻഡോ കാണാം, ഇവിടെ കാണാം, താഴെ കാണാം, ഇവിടെ കാണാം. അങ്ങനെ ഒരുപാട് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് തോന്നും പ്രീമിയർ പ്രോ പഠിക്കാൻ കഷ്ടമാണെന്ന്, അതായത് ഹാർഡാണെന്ന്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു 5 വട്ടം അങ്ങനെയാണ് പറ്റിയത്. പക്ഷേ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനേക്കാൾ സിമ്പിൾ വേറൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ ഒരു ബ്ലൂ ബോക്സ് ഉണ്ടോ? ഓക്കെ, ഇതാണ് നമ്മളെ മീഡിയ ബോക്സ്. ഇവിടെ ആയിരിക്കും നമ്മളെ പ്രൊജക്റ്റൊക്കെ ലോഡ് ചെയ്യുക, അതായത് നമ്മളെ വീഡിയോസ്, ഓഡിയോസ് എല്ലാം. ഓക്കെ, ഇവിടെ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഫയലിൽ പോയി ന്യൂവിൽ പോവുക. അതിനുശേഷം സീക്വൻസ് അടിക്കുക, അല്ലെങ്കിൽ Ctrl+N ഫോർ ദ ഷോർട്ട് കട്ട്. സീക്വൻസ് ഒക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂ സീക്വൻസിൽ ഇത്രയും ഓപ്ഷൻസ് കാണാം. ഇതൊന്നുമില്ല, നമ്മളെ ടൈം ലൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടൈം ലൈൻ എന്താണെന്നും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് സീക്വൻസ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഫോണ് 1080 അതായത് 1050 പിക്സലാണെങ്കിൽ നിങ്ങളെ സീക്വൻസും 1050 പിക്സലായാൽ ഏറ്റവും ബെസ്റ്റ്.
നിങ്ങൾ 4Kയിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ടൈം ലൈൻ അതായത് സീക്വൻസും 4K ഓപ്ഷൻ സെലക്ട് ചെയ്യലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോയും 4Kയിലാണ് റെക്കോർഡ് ചെയ്യാറ്, അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാറും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവർക്കും 4K ചെയ്യണമെന്നില്ല. അതായത് ഹൈ എൻഡ് PC ഉള്ളവർക്കും അതേപോലെ തന്നെ ഹൈ എൻഡ് ക്യാമറ ഉള്ളവർക്കും മാത്രമേ 4K എഡിറ്റും അതുപോലെ തന്നെ എക്സ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും എഡിറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ഞാൻ ഇത്തവണ 1080യിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് പ്രീസെറ്റ് കാണാം. ഇത് ഓൾറെഡി ഇവർ സെറ്റ് ചെയ്ത് വെച്ച ഒരുപാട് സീക്വൻസ് ആണ്. അല്ലെങ്കിൽ സെറ്റിങ്സ് പോയി നിങ്ങൾക്ക് മാനുവലി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതൊക്കെ കുറച്ച് പണിയാണ്. നമുക്ക് പ്രീസെറ്റിൽ വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ റെഡ് R3D അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത് സെലക്ട് ചെയ്താലും പ്രശ്നമൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് 1080 പിക്സൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ 4Kയും അവൈലബിൾ ആണ്, അതിൻ്റെ താഴെ 720യും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 1080യിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 1080 ഏറ്റവും അവസാനം 23, 24, 25, 29 എന്ന് കാണാം. അതിൽ നമുക്ക് 29 എടുക്കാം. ഇത് ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. നിങ്ങൾ റെക്കോർഡ് ചെയ്തത് 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണെങ്കിൽ 30, 60 ആണെങ്കിൽ 60 സെലക്ട് ചെയ്യുക. അത് വേറെ ഏതെങ്കിലും പ്രീസെറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങളെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾ DSLR യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ ഫ്രെയിം പെർ സെക്കൻഡ് FPS എന്ന് കാണാം. അത് നിങ്ങൾ ഏതാണോ സെറ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള ടൈം ലൈൻ ഉണ്ടാക്കുക. ഓക്കെ, അതൊന്നും നിർബന്ധമല്ല, പക്ഷേ അതാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓക്കെ, 1080 പിക്സലാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ വീഡിയോ 1080 ആണെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ 16:9 റേഷ്യോ ആണ്. അതുപോലെ തന്നെ ഫ്രെയിം പെർ സെക്കൻഡ് 29.97, അതായത് 30 ഫ്രെയിം പെർ സെക്കൻഡാണിത്. അതിൻ്റെ കറക്റ്റ് വാല്യൂ ആണ് 29.97 വരുന്നത്. ഈ ഒരു സീക്വൻസ് ഓക്കെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളെ സീക്വൻസ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ ടൈം ലൈൻ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ടൈം ലൈൻ 1080യുടെ ടൈം ലൈനാണ്, 1080 പിക്സലുടെ ടൈം ലൈനാണ്. അതേപോലെ തന്നെ 29.97 ഫ്രെയിം പെർ സെക്കൻഡാണ് ഇതിൻ്റെ FPS വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ലൈൻ ഉണ്ടാക്കി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വീഡിയോ ഇടുന്നോ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 1080യിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾക്ക് ഈ നമ്മളെ മീഡിയ ബിന്നിലേക്ക് നമുക്ക് നമ്മളെ മീഡിയ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അത് നമുക്ക് വേണ്ട ഫോട്ടോസ് ഉണ്ടാകാം, വീഡിയോസ് ഉണ്ടാകാം, അതുപോലെ തന്നെ മ്യൂസിക്സ് ഉണ്ടാകും, എന്തും ഉണ്ടാകും. അത് ഡയറക്റ്റ്ലി നമുക്ക് ഇതിലേക്ക് വലിച്ചിടാം, അല്ലെങ്കിൽ നമുക്ക് ഫോൾഡർ ഡയറക്റ്റ്ലി ഇടാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ന്യൂ ബെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഓരോ ഫോൾഡർ ഉണ്ടാക്കാം. മ്യൂസിക്കിന് സെപ്പറേറ്റ്, അതുപോലെ തന്നെ വീഡിയോക്ക് സെപ്പറേറ്റ് അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഫോൾഡർ പോലെ തന്നെയാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അതുപോലെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാൻ എല്ലാം ഒരുമിച്ച് ഇവിടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമോ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബിന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയൊരു ആനിമേഷൻ കാണാം, ഈ വീഡിയോയുടെ ഒരു ആമുഖം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെക്കാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു റെഫറൻസ് വീഡിയോ കാണാം. ഇവിടെ നമ്മൾ സ്പേസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ പ്ലേ ആവും, വീണ്ടും സ്പേസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ പൗസ് ആവും. അപ്പോൾ ഈ കാണുന്നത് ജസ്റ്റ് റെഫറൻസിന് മാത്രമാണ്, നമ്മളെ ടൈം ലൈനിൽ എത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ഒരു 12 സെക്കൻഡ് വീഡിയോ ആണ്. ഓക്കെ, ഇതിലൊന്നുമില്ല, ഞാൻ കുതിരയിൽ യാത്ര ചെയ്തതാണ്, അതായത് മണലിയിൽ വെച്ച്. ഓക്കെ, ഇതാണ് ഈ ഒരു വീഡിയോ. ഇനി നമുക്ക് ഈ വീഡിയോ എങ്ങനെ ടൈം ലൈനിലേക്ക് കൊണ്ടുപോകാം? നമുക്ക് വീഡിയോ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ 2 സീക്വൻസ് കണ്ടോ? അതായത് ടൈം ലൈനിൽ നമുക്ക് 2 ബാർ കാണാം. അതൊന്ന് വീഡിയോ ആയിരിക്കും, ഒന്ന് ഇതിൻ്റെ ഓഡിയോ ആയിരിക്കും. ഓക്കെ, അതായത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആൾട്ട് പ്രസ് ചെയ്ത് നമ്മൾ മൗസിൻ്റെ സ്ക്രോള് വലിക്കുകയാണെങ്കിൽ ഇത് സൂം ആവും ടൈം ലൈൻ. അതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ഞാൻ വലിച്ച് ഇവിടെ ഇടുമ്പോൾ ഓഡിയോയും വന്നിട്ടുണ്ട്, വീഡിയോയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്തത് 1080യിൽ അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, കീപ്പ് എക്സിസ്റ്റിംഗ് അടിക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഓഡിയോയും കേൾക്കാം. അതായത് ഞാൻ ചിരിക്കുന്നുണ്ടോ ഒരു ഓഡിയോ ഇതിൽ കേൾക്കുന്നുണ്ട്. നമുക്ക് പകരം ഓഡിയോ വേണ്ട, വീഡിയോ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വീഡിയോൻ്റെ ഒരു ചിഹ്നം കണ്ടോ, ഡ്രാഗ് വീഡിയോ ഓൺലി. അത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കുകയാണെങ്കിൽ ഓക്കെ, ഓഡിയോ ഇല്ലാണ്ട് വീഡിയോ മാത്രം വന്നു. ഓക്കെ, ഇനി ഓഡിയോ മാത്രമേ വേണ്ടൂ. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറമുള്ളത് ഓഡിയോ ഓൺലി. അങ്ങനെയാണെങ്കിൽ ഓഡിയോ മാത്രം വന്നു. ഓക്കെ, നിങ്ങൾ ഏകദേശം 50% പ്രീമിയർ പ്രോ ഇവിടെ കൊണ്ട് പഠിച്ചിരിക്കുന്നു. ടൈം ലൈനിൽ വീഡിയോയും അതേപോലെ തന്നെ ഓഡിയോയും കൊണ്ടുവരാൻ പഠിച്ചെങ്കിൽ നിങ്ങൾ പ്രീമിയർ പ്രോ ഏകദേശം പഠിച്ചു. ഇനി വീണ്ടും എളുപ്പമായിരിക്കും ഇനി അങ്ങോട്ട് പറയുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ഇടേണ്ട ആവശ്യമില്ലായിരിക്കാം. അതായത് ഞാൻ മറ്റൊരു എക്സാമ്പിൾ പിടിക്കാം. ഓക്കെ,
ഓക്കെ, ഇത് നമ്മൾ റൂമിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്ന് ഡാൻസ് തുടങ്ങിയിട്ടില്ല. ഇവിടെ നിന്നാണ് ഡാൻസ് തുടങ്ങിയത്, ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വേണ്ട വീഡിയോ. അപ്പോൾ ഇവിടെ ഓക്കെ, നമുക്ക് ഇവിടുന്ന് മുതലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഐ നിൽക്കുക, ഐ മീൻസ് ഇൻ, അതായത് മാർക്ക് ഇൻ. ഇനി നമുക്ക് ഇവിടം വരെ വീഡിയോ വേണം, ഏകദേശം ഇവിടം വരെ വീഡിയോ മതി. അപ്പോൾ ഓ നിൽക്കുക, ഔട്ട്. അതായത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻ ഉണ്ടാവും മാർക്ക് ഇൻ മാർക്ക് ഔട്ട്. പക്ഷെ അതിൻ്റെ ഷോർട്ട് ഫോമാണ്. കീബോർഡിൽ ഐ നക്കിയ ഇവിടുന്നു, ഓ നക്കി ഇവിടുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മുതൽ ഇവിടം വരെ വീഡിയോ കിട്ടി. ഓക്കെ, ഈ മറ്റ് പോർഷൻസൊക്കെ ഇതിൽ വന്നിട്ടില്ല. എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് വേണോ, അല്ലെങ്കിൽ വീഡിയോ മാത്രം മതിയോ, അല്ലെങ്കിൽ ഓഡിയോ മാത്രം മതിയോ, നമുക്ക് ടൈം ലൈനിൽ വലിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് കാണിച്ചു തരാം. ആ ഡാൻസ് മുതലാണ് ഇവിടെ വരുന്നത്, ബാക്കി വേണ്ടാത്ത പോർഷൻസ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഇതിൽ നമുക്ക് ടൈം ലൈനിൽ നമുക്ക് വേണ്ട പോർഷൻ മാത്രം ട്രിം ചെയ്തിടുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ റെഫറൻസ് വിൻഡോയിൽ നിന്നും ടൈം ലൈനിലേക്ക് വീഡിയോസ് ഇടാൻ പഠിച്ചു. അതിൽ തന്നെ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ട്രിം ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് ഇതിൽ കൊണ്ടുവന്ന് എങ്ങനെ ഓഡിയോസ് കൊടുക്കാം, എങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം എന്നൊക്കെ പഠിക്കാം. അതോടെ പഠിച്ചതിനാൽ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ റെഡിയാക്കാം. ഓക്കെ, തീരാനായി. ഇനി നമുക്ക് 2-3 വീഡിയോ ഇട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അതായത് ഇതാണ് വീഡിയോൻ്റെ പോർഷൻ. പാട്ടൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് എല്ലാവരും കൈ കെട്ടി ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ മ്യൂസിക്കിൻ്റെ ബീറ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കുന്നു. ഇതാണ് സെക്ഷൻ. ഓക്കെ, എനിക്ക് പക്ഷേ ഇതിൻ്റെ ഓഡിയോ വേണ്ട, വീഡിയോ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയുടെ സെക്ഷൻ കണ്ടോ, അത് മാത്രം വലിച്ച് ടൈം ലൈനിലിടാം. ഓക്കെ, ആൾട്ട് നെക്കി പിടിച്ച് സ്ക്രോൾ അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിത് വലുതാക്കി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ കിട്ടിയതാ, പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, പക്ഷേ ഇത് സൈലൻ്റാണ്, മ്യൂസിക് ഒന്നുമില്ല, ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമല്ലോ. മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മ്യൂസിക് ഫോൾഡറിൽ നിന്ന് ആഡ് ചെയ്തിരുന്നു. ഈ മ്യൂസിക്കാണത്, അത് ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഏതോ യൂട്യൂബിൽ നിന്ന് കിട്ടിയ നോ കോപ്പിറൈറ്റ് മ്യൂസിക്കാണ്. കേട്ട് നോക്കാം. മ്യൂസിക്കും നമ്മൾക്ക് ഇവിടുന്ന് ഐ നക്കി ഇന്ന് ചെയ്യാം, അതായത് വേണ്ട പോർഷൻ നോക്കി ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് വലിച്ച് നമുക്ക് ഈ മ്യൂസിക് ഓൺലി വലിച്ച് ഇവിടെ ഇടാം. ഓക്കെ, നമ്മൾക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കി വേണ്ട പോർഷൻ മാത്രം എടുക്കാം. ഓക്കെ, പാട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾക്ക് ഇവിടെ ഇട്ടിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ വീഡിയോ ആഡ് ചെയ്യാൻ പഠിച്ചു. വീഡിയോ ആഡ് ചെയ്യാൻ മുമ്പേ ട്രിം ചെയ്യാൻ പഠിച്ചു. അതിനൊരു മ്യൂസിക് ഇടാനും പഠിച്ചു. മ്യൂസിക്കും ട്രിം ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ ടൈം ലൈനിലുള്ള ഒരുപാട് ടൂൾസ് പഠിക്കാം. ഒരുപാടൊന്നും പഠിക്കേണ്ട, നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. ഇവിടെ സെലക്ഷൻ കാണാം, അതേപോലെ തന്നെ ഫോർവേഡ്, ബാക്ക്വേഡ്, ബ്ലേഡ്, അങ്ങനെ ഒരുപാട് ടൂൾസ് കാണാം. നമ്മളിതൊന്നും പഠിക്കുന്നില്ല. ഇറ്റ് മീൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. നമ്മൾക്കിവിടെ റേസർ ടൂൾ വേണം. റേസർ ടൂൾ ഒന്നും തന്നെ ഇല്ല. ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ സാമ്പിളിന് ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇതൊന്ന് സൈലൻ്റ് ആക്കാം. ഇവിടെ ഈ എം നിൽക്കിക്കഴിഞ്ഞാൽ ഈ ട്രാക്ക് സൈലൻ്റ് ആവും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ കേൾക്കില്ല. അപ്പോൾ ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് വേണ്ട, ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ നമുക്ക് റേസർ എടുക്കാം, അല്ലെങ്കിൽ കീബോർഡിൽ സി നിൽക്കുക. ഓക്കെ, സി നിൽക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലേഡിൻ്റെ ചിഹ്നം വരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇതുവരെ മതി, അവിടെ ഒരു കട്ടിടാം. അപ്പോൾ വീഡിയോ നമ്മൾക്ക് രണ്ടായി പിളർത്തിയിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വീഡിയോ വേണ്ടല്ലോ, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്താ ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കുക. ബും, അത് പോയി. ഇനി നമ്മൾക്ക് ഈ ഒരു പോർഷന് ആവശ്യമുള്ളതാണ്, അതവിടെ എടുത്ത് വെച്ചേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 2 വീഡിയോ ഒത്തുചേർപ്പിക്കുക. അങ്ങനെ ഇപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, അടുത്ത വീഡിയോ വന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ട്രിം ചെയ്യാൻ പഠിച്ചു. അത് നമ്മൾക്ക് ഏതൊരു പോർഷനും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഒരു വീഡിയോ എടുത്തു, ഇവിടെ ഇട്ടു. നമ്മൾക്ക് സി അമർത്തി, ഇവിടെ ഇത് വേണ്ട, ലാസ്റ്റ് ഭാഗം വേണ്ട. എന്നിട്ട് നമ്മൾ വി അമർത്തി കഴിഞ്ഞാൽ സാധാ പോയിൻറ്റിങ് ടൂൾ ഔട്ടോ, സെലക്ഷൻ ടൂൾ വി.
നമുക്ക് ഇത് വേണ്ട ഡിലീറ്റ് അടിച്ചു, ഇത് വേണ്ട ഡിലീറ്റ് അടിച്ചു. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം കിട്ടി. അപ്പോൾ അതും കൂടി നമ്മൾക്ക് ഒത്തുചേർപ്പിക്കാം. അങ്ങനെ ആ 3 വീഡിയോ നമ്മൾ ഒത്തുചേർപ്പിച്ചു. പക്ഷേ ഇവിടെ നമ്മൾക്ക് കാണാം ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടൻ തന്നെ മറ്റൊന്ന് ടപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. ഒരു ട്രാൻസിഷൻ ഇല്ല, ഉണ്ടോ? ഒരു ബോറിംഗ് ആണത്. അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡിഫോൾട്ട് ട്രാൻസാക്ഷൻ വരണമെങ്കിൽ ട്രാൻസാക്ഷൻ എന്താ പറയുക, നമുക്ക് ഇവിടെ എറോ കീ കാണാം. ഇവിടെ ഓക്കെ, എറോ കീ അമർത്തിയതിന് ശേഷം ഇവിടെ എഫക്ട്സ് എന്ന് കാണാം. എഫക്ട്സ് അടിക്കുക, അതിൽ ഇവിടെ വീഡിയോ ട്രാൻസിഷൻ എന്ന് കാണാം. ഓക്കെ, മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ നമുക്ക് കാര്യമുള്ളത് മാത്രം പഠിക്കാം. വീഡിയോ ട്രാൻസിഷൻ എടുക്കുക, അതിൽ നമുക്ക് ഒരുപാട് ട്രാൻസിഷൻ കാണാം. അതിൽ ഓരോ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് എടുക്കാം. ഇവിടെ ക്യൂബ് സ്പിൻ എടുത്തിട്ട് ഈ വീഡിയോയുടെയും നടുക്കിട്ടെടുക്കുക, നടുവിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ അടിക്കുന്നത്? അതേപോലെ നമുക്ക് വേറെ ഒന്ന് എടുത്ത് നോക്കാം, ഡിസോൾവ്. കണ്ടോ? അങ്ങനെ ഓരോ ട്രാൻസിഷൻ നമുക്ക് ഇതിൻ്റെ നടുവിലിട്ട് കൊടുക്കാം. പൊതുവേ ഞാൻ യൂസ് ചെയ്യാറ് കൺട്രോൾ ഡി ആണ്. കൺട്രോൾ നിൽക്കി രണ്ട് വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഡി അമർത്തുക. ഓക്കെ, കൺട്രോൾ ഡി അമർത്തുമ്പോൾ നമുക്ക് ഒരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻ കാണാം. അതാണ് ഡിഫോൾട്ട് ട്രാൻസിഷൻ. അത് നമുക്ക് ഏതൊരു ഗ്യാപ്പിലും കൊണ്ടുപോയി കൺട്രോൾ ഡി അമർത്താം. അല്ലെങ്കിൽ ഫുൾ ട്രാക്കും നമുക്ക് സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി അമർത്തുകയാണെങ്കിൽ എല്ലാത്തിനും ഡിഫോൾട്ടായിട്ടുള്ള ട്രാൻസിഷൻ തനിയെ വീഴും. അപ്പോൾ അത് എളുപ്പ പരിപാടിയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് 1000 വീഡിയോ ഉണ്ടെങ്കിലും ഒരുമിച്ച് ട്രാൻസിഷൻ ഇടാം. പക്ഷേ ട്രാൻസിഷൻ എല്ലാം ഡിഫോൾട്ടായിട്ട് ഒരു ഫെയ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ട്രാൻസിഷൻ ഓരോന്ന് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി. അപ്പോൾ ട്രാൻസിഷൻ ഇടാനും പഠിച്ചു, വീഡിയോ തമ്മിൽ നമുക്ക് ട്രിം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പഠിച്ചു. ഓക്കെ, ട്യൂട്ടോറിയലെ കുറിച്ച് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഇപ്പോൾ COVID-19 ആയതുകൊണ്ട് ടീച്ചിങ് സെക്ഷൻ അല്ലെങ്കിൽ കോച്ചിങ് സെക്ഷനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അതായത് ടീച്ചേഴ്സിന് ഒരിക്കലും സ്റ്റുഡൻസിന് നേരിട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയം ടീച്ച് മിന്റ് എന്നൊരു കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു പെർഫെക്റ്റ് കോച്ചിങ് സൊല്യൂഷൻ. അപ്പോൾ ഇത് ആർക്കാണെന്ന് ചോദിച്ചാൽ ബോത്ത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും, അല്ലെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് സെൻറ്റർ നടത്തുകയാണെങ്കിൽ അത് പ്രൈവറ്റ് ആകട്ടെ അല്ലെങ്കിൽ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടീച്ചിങ്ങിനായി ഓൺലൈൻ സൊല്യൂഷനാണ് ഈ ഒരു കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പ്രൗഡ്ലി ഇന്ത്യൻ മെയ്ഡാണ്. അതേപോലെ തന്നെ 11 ഭാഷകൾ ഇതിലുണ്ട്. അതായത് മലയാളം അടക്കം 11 ഭാഷകൾ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇത് നിങ്ങൾക്ക് ടാബ്ലറ്റിലും PC-യിലും അതേപോലെ തന്നെ മൊബൈലും യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ പ്രത്യേകത മറ്റുള്ള ആപ്ലിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഓൺലൈൻ ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് സിസ്റ്റം ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ലൈവ് ക്ലാസ് റെക്കോർഡിംഗ് ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഇല്ലാത്തൊരു ഫീച്ചർ ഉണ്ട്, അതായത് ഫീ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിലുണ്ട്. അപ്പോൾ ഓക്കെ, ഈ ഒരു നല്ല ഇന്നോവേറ്റീവ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത two-way കമ്മ്യൂണിക്കേഷൻ ഇതിൽ വളരെ ഈസിയാണ്. അതേപോലെ ഓൺലൈൻ ക്ലാസ് എക്സാം ടെസ്റ്റ് കൊടുക്കാം, അതേപോലെ ഇൻട്രാക്ഷൻ പറ്റും, വൈറ്റ് ബോർഡ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ടീച്ചേഴ്സിന് എല്ലാ ടൂൾസും ഇതിൽ അവൈലബിൾ ആണ്. സ്റ്റുഡൻസിന് പഠിക്കാൻ വളരെ ഈസിയുമാണ്, അതുപോലെ സേഫ് ആൻഡ് സെക്യൂറുമാണ്. ആൻഡ് ആസ് ഓഫ് നൗ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. 100 200 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് കറൻ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എല്ലാം ഒത്തുചേർത്ത് ഒരു വീഡിയോ ആയിരിക്കുകയാണ്. ഇനി ഇത്രയും നമ്മൾ ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് സൗണ്ട് കുറക്കാൻ, അതേപോലെ തന്നെ വീഡിയോ ലെയേഴ്സ് കൊണ്ടുവരാൻ, അങ്ങനെ കുറച്ച് ട്രിക്സൊക്കെ പഠിക്കാം. ഇനി മറ്റൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓക്കെ, ഇനി ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ, ഇതിൽ എൻ്റെ വൃത്തികെട്ട സൗണ്ട് കളയണം. ഓക്കെ, അങ്ങനെ എൻ്റെ സൗണ്ട് കളയും വേണം. പക്ഷേ ഇവിടെ നിന്നൊന്നും വീഡിയോ വേണ്ട. അതായത് 3 പറയുന്നത് മുതലേ എനിക്ക് വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ I അമർത്തുന്നു. 1 2 3 അപ്പോൾ ഓക്കെ, അവിടെ O അടിച്ചു. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ കിട്ടി. അത് ഡയറക്റ്റ്ലി നമ്മളിടുമ്പോൾ അതിൻ്റെ സൗണ്ടും വരും. അപ്പോൾ നല്ല ബോറുണ്ടാവും. ഇതെങ്ങനെ ഉണ്ടാവും, അത് നല്ല ബോറുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വീഡിയോ മാത്രം മതി. ഓക്കെ, വീഡിയോ ഇവിടെ മൂട്ടടിച്ചിട്ടുണ്ട്, മൂട്ടൊന്ന് മാറ്റാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മളെ വീഡിയോനൊരു ടൈറ്റിൽ കൊടുക്കണം, എന്തെങ്കിലും എഴുത്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ പോവുക, ന്യൂ എടുക്കുക, അവിടെ ലെജസി ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ടൈറ്റിൽ നമ്മൾ എന്തെങ്കിലും പേര് കൊടുക്കുക. ഓക്കെ,
അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്താണ് ടൈറ്റിൽ വരണ്ടേ? സാധാരണ നിങ്ങൾ പെയിൻ്റൊക്കെ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഇവിടെ വെൽക്കം എന്ന് കൊടുക്കാം. വെൽക്കം. ഓക്കെ, നമുക്കതിൻ്റെ കളർ ബ്ലാക്ക് ആക്കാം. ഇവിടെ കളർ ഉണ്ടാവും, കളർ ബ്ലാക്ക് ആക്കാം. വെൽക്കം എന്നെടുത്തു. നമുക്ക് എടുത്ത് നടുവിൽ വെക്കാം. കുറച്ച് സൈസ് കൂട്ടാം. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾക്ക് വേണ്ട ഫോണ്ട് എടുക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സമയം വേസ്റ്റ് ആക്കുന്നില്ല. എന്താ ചെയ്യുക, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്ത ടെക്സ്റ്റാണ് ഇവിടെ നിങ്ങൾ ബാറിൽ കാണുന്നത്. അത് വലിച്ചെന്ത് ചെയ്യുക, മുകളിലിട്ടെടുക്കുക. താഴിലിട്ട വീഡിയോയുടെ താഴിലാണ് പോവുക, മുകളിലേക്ക് ഇടുക. ഓക്കെ, വെൽക്കം അവിടെ വന്നു. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഐഡിയയിൽ ചെയ്യുക. ഓക്കെ, അത് Ctrl D നക്കിക്കഴിഞ്ഞിട്ട് ഞാൻ അതിനൊരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. വെൽക്കം പതുക്കെ വരും, അവിടെ നിൽക്കും. അതേപോലെ തന്നെ ടൈം കഴിഞ്ഞാൽ ആ വെൽക്കം അങ്ങ് പോകും. ഓക്കെ, അത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു സാമ്പിൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അത്രയും പഠിച്ചു. ഇനി നമ്മൾക്ക് ഒരുപാട് കൺട്രോൾസ് പഠിക്കാനുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റ് കൺട്രോൾ എടുക്കുക. എഫക്റ്റ് കൺട്രോൾ നമ്മൾക്ക് മോഷൻ, അത് ഒപ്പാസിറ്റി, ടൈം റാപ്പിംഗ്, അങ്ങനെ ഒരുപാട് കാണാം. റീമാപ്പിംഗ് അത് നോക്കണ്ട. ഇവിടെ നമുക്ക് സ്കെയിൽ കാണാം. സ്കെയിൽ നമുക്ക് 100 ഉള്ളത്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്കെയിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാം. സ്കെയിൽ മാറ്റി ഇവിടെ നമുക്ക് പൊസിഷൻ എന്ത് ചെയ്യാം, റൈറ്റ് ഓർ ലെഫ്റ്റ് നമുക്ക് മാറ്റി കൊണ്ടുവരാം വീഡിയോൻ്റെ. ഓക്കെ, ഇത് കുറച്ച് പണിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതൊന്നും പണിയില്ല. ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, പൊസിഷൻ്റെ. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് മാനുവലി വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സൂം ചെയ്യണോ, ഇവിടെ വെക്കണോ, കാണിച്ചു തരാം. ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എന്താവും, ഈ ഒരു പൊസിഷനിൽ വരും. ഓക്കെ, ഞാൻ ഇവിടെ ബേസിക്സ് മാത്രമാണ് പഠിപ്പിച്ചിരുന്നത്. Ctrl Z അടിക്കുകയാണെങ്കിൽ അണ്ടു ആവും. അതായത് നിങ്ങൾ എഡിറ്റ് ചെയ്തതെല്ലാം ബാക്ക് അടിച്ച് റീസെറ്റ് ആവും. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാം പറഞ്ഞിരുന്നത് ബേസിക്സ് മാത്രമാണ്. അതായത് പ്രീമിയർ പ്രോയിൽ നമ്മൾക്ക് എങ്ങനെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നൊരു വീഡിയോ മാത്രമാണ്. ഇവിടെ അഡോബ് പ്രീമിയർ യൂസ് ചെയ്യേണ്ട ബേസിക് സെറ്റിങ്സ് ഒക്കെ പഠിച്ചിരിക്കുകയാണ്. അതായത് ബേസിക് ആയിട്ട് നമ്മൾ വീഡിയോ ആഡ് ചെയ്യാനും ഓഡിയോ ആഡ് ചെയ്യാനും ട്രാൻസിഷൻ ആഡ് ചെയ്യാനും എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു വീഡിയോ ഉണ്ടാക്കാൻ ഇവിടെ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, എത്രയേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതൊക്കെ എന്താണെന്ന് നോക്കാൻ പോയാൽ ഇതുവരെ തീരില്ല. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ട്യൂട്ടോറിയൽസ് കാണാം. പക്ഷേ എല്ലാവർക്കും ബേസിക്സ് ആണ് വേണ്ടത്. ബേസിക് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനും ഇത്രയേ പഠിച്ചിട്ടുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. ഇത്ര ടൂൾസ് മാത്രമേ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചുള്ളൂ. ബാക്കി എന്തൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ ഞാൻ തന്നെ എക്സ്പ്ലോർ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ബേസിക് ഉണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തനിയെ ഓരോന്നായി നിങ്ങൾ അറിഞ്ഞു വന്നോളും. ഓക്കെ, നമുക്ക് ഇത്രയും എഡിറ്റ് ചെയ്തില്ലേ, എനിക്ക് കുറച്ച് ഇതിൻ്റെ മുഞ്ച് കൂട്ടാം. നമുക്ക് ഈ ലാസ്റ്റ് വന്ന ഡാൻസ് നമുക്ക് സ്ലോ മോഷനിൽ വേണം, സ്പീഡ് വേണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് സ്പീഡ് ഓർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ സ്പീഡ് സെലക്ട് ചെയ്യുക. ഇതാണിപ്പോൾ 100% സ്പീഡിലാണുള്ളത്. 50 ആണെങ്കിൽ നേരെ പകുതി സ്ലോയിലാവും. നമ്മൾക്കൊരു 80 ആണെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആവും. അത് 200 ആണെങ്കിൽ 2 ഇരട്ടി ഫാസ്റ്റ് ആവും. അത് പെർസെൻറ്റേജ് കണക്കിലാണ് നമ്മൾ അടിക്കൽ. അപ്പോൾ നമ്മളൊരു 70% അടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. സ്ലോ മോഷൻ. അപ്പോൾ വീഡിയോ അവിടെ സ്ലോ ആയി. അതുപോലെ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് മൊമെൻ്റൊക്കെ സ്ലോ മോഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ അത് കാണാം. ഓക്കെ, ഈ ഒരു വീഡിയോ നമുക്ക് സ്ലോ മോഷനിലിടാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്പീഡ് അടിക്കുക, ഒരു 70. ഇതൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. 70 തന്നെ കൊടുക്കണമെന്നല്ല. അതൊക്കെ നിങ്ങൾ അടിച്ച് നോക്കി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക. അതേപോലെ റിവേഴ്സും നമുക്ക് ചെയ്യാം. എൻ്റെ വീഡിയോ നമുക്ക് റിവേഴ്സ് ആക്കി മാറ്റാം ഈ ഒരു ക്ലിക്കിൽ. ഓക്കെ, സ്ലോ മോഷൻ നോക്കാം. അത്ര മതി. ഇനി നമുക്ക് C അടിച്ച് ട്രിം ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നോക്കാം. ഇവിടെ എന്തോ കാണുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഈ ഒരു വീഡിയോ ആഡ് ചെയ്ത് ഞാൻ വേറൊരു സംഭവം പഠിപ്പിച്ചു തരാം. ഓക്കെ, നമ്മൾക്ക് കുറച്ച് സമയം സഞ്ചാരിയാകാം. അതായത് വോയിസ് ഓവർ പഠിപ്പിച്ചു തരാം. നമുക്ക് ഇവിടം വരെ മ്യൂസിക് മതി. ഓക്കെ,
ഇവിടെ കട്ട് ചെയ്യാം. ഇവിടം വരെ ഞാൻ മ്യൂസിക് ഇടുന്നുള്ളൂ, ബാക്കി മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറക്കാം. ഇവിടുന്ന് മുതൽ മ്യൂസിക്കിൻ്റെ സൗണ്ട് എനിക്ക് കുറക്കണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ എഫക്റ്റ് കൺട്രോളിൽ പോവുക. അതിൻ്റെ എഫക്റ്റ് കൺട്രോൾ നമുക്ക് ഓഡിയോ കാണാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. വേറെ ഒന്നുമല്ല, ഓഡിയോ മാത്രം എടുക്കുക, ലെവൽ ഒരു -30 കൊണ്ടുപോവുക. അതിനെൻ്റെ ഏകദേശം മനക്കണക്കാണ്, അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഏകദേശം 32 എനിക്കധികം ഓക്കെ ആകാറ്. അപ്പോൾ ഇനി നമുക്ക് കേട്ടോക്കാം. ഓക്കെ, സൗണ്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ വോയിസ് ഓവർ ഇടാം. അതിനു മുമ്പ് ഇവിടെ സൗണ്ട് കുറയുന്ന ഒരു സ്പീഡ് കണ്ടില്ലേ, പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കുറയും, ഒരു ബ്രേക്ക് വരെയും. അത് നമുക്ക് സ്മൂത്താക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പോലെ എഫക്ട്സിൽ പോവുക. ഇവിടെ ഓഡിയോ ട്രാൻസിഷൻ ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണോ വീഡിയോക്ക് ട്രാൻസിഷൻ കൊടുത്തത് അതുപോലെ ഓഡിയോ ട്രാൻസിഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഓട്ടോ സേവ് ആകുന്നത് കേട്ടോ. Ctrl+S നിൽക്കുകയാണെങ്കിൽ സേവ് ആവും പ്രൊജക്റ്റ്. അപ്പോൾ കറണ്ട് പോവുകയും കമ്പ്യൂട്ടർ ഓഫ് ആവുകയും ചെയ്താൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ തുടങ്ങാം. ഓഡിയോ ട്രാൻസിഷനിൽ ക്രോസ് ഫെയ്ഡ് അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് ഗെയിൻ കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ വോളിയം കുറയുന്നത് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും. കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ മ്യൂസിക് കുറഞ്ഞ്. ഇനി നമുക്ക് വോയിസ് ഓവർ ഇടാം. നമ്മൾക്ക് ഇവിടെ വോയിസ് ഓവർ ഇടാം. വോയിസ് ഓവർ ഇടാനായി ഇവിടെ മൈക്കിൻ്റെ ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 3 സെക്കൻഡ് കാണും. 3 സെക്കൻഡ് കൊണ്ട് വോയിസ് ഓവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയം സഞ്ചാരിയാകാം. നമ്മളെ വീഡിയോക്ക് നമ്മളെ വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു മൈക്ക് മാത്രമാണ്. മൈക്ക് കമ്പ്യൂട്ടറിന് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ എടുക്കുക. ഇവിടുന്ന് മുതലാണല്ലോ നമ്മൾ മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ചത്. അവിടെ വെച്ച് നമ്മൾക്ക് ഇവിടെ വോയിസ് ഓവർ റെക്കോർഡ് എന്നൊരു ബട്ടൺ കണ്ടോ, അത് മ്യൂസിക്കിൻ്റെ മുകളിൽ തന്നെ ആഡ് ചെയ്തത് ടൈം ലൈനിൻ്റെ മറ്റൊരു ടൈം ലൈനിൽ ആഡ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ 3 സെക്കൻഡ് ഇവിടെ കാണിക്കും. ആ 3 സെക്കൻഡ് 0 ആകുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുക. ഞാൻ ഇവിടെ സാമ്പിൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മണാലി എത്തിയിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ എന്താ പറയുക, കമോൺ, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതൊരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ സഞ്ചാര വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് ഇപ്പോൾ പറക്കാൻ പോവുകയാണ്. റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസ് അമർത്തുക, നമ്മളെ വോയിസ് ഓവർ അവിടെ സ്റ്റോപ്പായിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ടൈം ലൈൻ കണ്ടോ, ഈ സീക്വൻസ്, അതായത് ഇതാണ് നമ്മൾ ഇപ്പോൾ കൊടുത്ത വോയിസ് ഓവർ. അത് കേട്ട് നോക്കാം. അങ്ങനെ നമ്മൾ മണാലി എത്തിയിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ എന്താ പറയുക, കമോൺ, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതൊരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ സഞ്ചാര വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഓക്കെ, നമ്മളെ ഫ്ലൈറ്റ് ഇപ്പോൾ പറക്കാൻ പോവുകയാണ്. റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലെയിൻ പൗസ് ചെയ്യുന്നത് ഞാൻ സ്പേസ് കീ അമർത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റഡ് അല്ല, ഞാൻ പ്ലാനഡ് അല്ല, നിങ്ങൾക്ക് ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് എന്ത് പറയണമെന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഡബ്ബ വർത്താനം പറഞ്ഞത്. ഓക്കെ, അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ പഠിച്ചു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എപ്പോഴും മ്യൂസിക്കിൻ്റെ ലെവൽ കുറക്കുക. അപ്പോൾ മ്യൂസിക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ വോയിസിനനുസരിച്ച് കുറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിൽ ഓഡിയോ ഡക്കിങ് എന്നൊക്കെയാണ് പറയുക. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇപ്പോൾ ബിഗിനർ ലെവൽ ഞാൻ അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളാകെ കലർന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ പണി നിർത്തും. അപ്പോൾ ഓക്കെ, ഇത്രയും പഠിപ്പിച്ചു തന്നെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യുക, ഈ ഉണ്ടാക്കിയെടുത്ത വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ ഫോർമാറ്റാക്കി പുറത്തേക്ക് എടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീഡിയോ ഒക്കെ എൻഡിങ് ആക്കണേ. ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടെ. എത്തിയിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ എന്താ പറയുക, കമോൺ, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതൊരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഓക്കെ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായി. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് മതി. ഓക്കെ, ഇവിടെ സി അമർത്തി ഇത് കട്ട് ചെയ്ത് നമ്മൾക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അത്രയും ഡിലീറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ഒരു 48 സെക്കൻഡ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യാനായി ഫയലിൽ പോയതിന് ശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക.
അല്ലെങ്കിൽ Ctrl+M എന്തായാലും മതി. അപ്പോൾ Ctrl+M അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഓക്കെ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഈ സ്റ്റാർട്ടിങ്ങിൽ ടൈം ലൈന് സെറ്റ് ചെയ്യുമ്പോഴും സീക്വൻസ് സെറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഫോർമാറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് H.264 ആണ്. അപ്പോൾ H.264 എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരുപാട് പ്രീസെറ്റ് കാണാം. ഇവിടെ തന്നെ പ്രീസെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ 1080 പിക്സൽ വീഡിയോ ഫോർമാറ്റായിട്ട് വേണോ, 4K ആയിട്ട് വേണോ, 720 വേണോ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അല്ലെങ്കിൽ മാച്ച് സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സോഴ്സിൻ്റെ ക്വാളിറ്റി പോലെ ആയിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ യൂട്യൂബിൻ്റെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സാമ്പിളായിട്ട് ഞാൻ യൂട്യൂബ് 1080 പിക്സൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ 1080 പിക്സലിലെ ഔട്ട്പുട്ട് തയ്യാറായിരിക്കുകയാണ്. ഇവിടെ ഫോർമാറ്റ് H.264 സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സ്പോർട്ട് കൊടുത്താൽ മതി. അതിന് മുമ്പ് നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും സൈസ് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്യാണ്, ഒന്നും നോക്കുന്നില്ല, ഡയറക്റ്റ്ലി എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇത് എവിടെയാണ് പോയി സേവ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ സീക്വൻസ് 01 MP4 ഉണ്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്കാണ് മാറ്റുന്നത്. ഡെസ്ക്ടോപ്പിൽ ഫൈനൽ വീഡിയോ ഔട്ട്പുട്ട് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, സേവ് അടിക്കുന്നു. അപ്പോൾ ഫൈനൽ വീഡിയോ ഔട്ട്പുട്ട് എവിടെ പോകും, ഡെസ്ക്ടോപ്പിലേക്ക് പോകും. അല്ലെങ്കിൽ വേറെ എവിടെയാണോ പോക്ക്, ഇവിടെ സമ്മറിയിൽ ഔട്ട്പുട്ട് ഫോൾഡർ ഇവിടെ കാണിക്കും, അതാണ് അവിടെ പോയിട്ടാണ് സേവ് ആകുക. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റെൻഡർ ആകുന്നത് കാണാം. ഓക്കെ, വീഡിയോ റെഡി. ദാറ്റ്സ് ഇറ്റ്. ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫൈനൽ വീഡിയോ ഔട്ട്പുട്ട് കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, പ്ലേ ചെയ്യുക. അപ്പോൾ നമ്മളെ ഫൈനൽ വീഡിയോ ഇവിടെയാണ്. 1080 പിക്സലിലാണ് ഈ ഒരു വീഡിയോ ഔട്ട്പുട്ട് ഉള്ളത്. അങ്ങനെയാണ് നമ്മളെ പ്രീമിയർ പ്രോയിലെ ഏറ്റവും ബേസിക് ടൂൾ ഞാനിവിടെ പരിചയപ്പെടുത്തി തരികയാണ്. അതായത് വീഡിയോ ഇടുന്നത് മുതൽ എക്സ്പോർട്ട് ചെയ്യുന്നവരെ ഉണ്ട്. എല്ലാം സിമ്പിളാണ്. അതുപോലെ തന്നെ ബിഗിനർ മോഡ് സ്റ്റാർട്ടിംഗ് ലെവലാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ എങ്ങനെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, വീഡിയോ ട്രിം ചെയ്യാം, വീഡിയോ സ്പീഡ് കൂട്ടാം, കുറക്കാം, ട്രിം ചെയ്യാം, അങ്ങനെ വേണ്ട അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അഡ്വാൻസ്ഡ് ലെവൽ നിങ്ങൾക്ക് തന്നെ അത് യൂസ് ചെയ്ത് വരുമ്പോൾ പഠിക്കുന്നതാണ്. പിന്നെ ഈ എഡിറ്റിംഗ് ഒക്കെ ഓരോരോ ആൾക്കാരുടെ സ്കില്ലാണ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ സ്കില്ല് ഓട്ടോമാറ്റിക്കലായിട്ട് കൂടുന്നതാണ്. അത് എനിക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യിപ്പിക്കും, അങ്ങനെ ചെയ്യിപ്പിക്കും, അതൊന്നും ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രീമിയർ പ്രോ എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ മതി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസൽ ഹിയർ സൈനിങ് ഔട്ട്. ബൈ.